ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു. ഞാനിവിടെ അത്ര അടിപൊളിയൊന്നുമല്ല. 1-2 ആഴ്ചയായിട്ട് കോൾഡൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ 1-2 ആഴ്ചയായിട്ട് അതുകൊണ്ട് തന്നെ പുറത്തേക്കൊന്നും അധികം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കോൾഡ് വലിയ കുഴപ്പമില്ലാതെയൊക്കെയുള്ളൊരു അവസ്ഥയിലെത്തിയപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് ചിൽഡ്രൻ സിറ്റിയിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ദുബായ് ക്രീക്ക് പാർക്കിൽ നമ്മുടെ ഡോൾഫിനേറിയത്തിൻ്റെയൊക്കെ അടുത്ത് തന്നെയായിട്ടാണ്. വീക്കെൻഡ്സിൽ കുട്ടികളെയൊക്കെ കൊണ്ടുവരാൻ പറ്റിയ ഒരു മസ്റ്റ് വിസിറ്റ് സെൻ്ററാണ് കേട്ടോ ഇത്. കാരണം കുട്ടികൾക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് തന്നെ ഒരു ചെറിയ പ്ലാനറ്റോറിയം ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാം കാണിച്ചു തരാം. ഒരു സയൻസ് ബേസ്ഡ് ലേണിംഗ് സെൻറ്റർ എന്ന് പറയാം കേട്ടോ. പിന്നെ ഇതുപോലത്തെ നമ്മുടെ ദുബായിയുടെ കുറേ മോനുമെൻറ്റ്സ് ഒക്കെ ഇതുപോലെ ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ആദ്യം കയറി ചെല്ലുമ്പോൾ കാണാൻ പറ്റും. അവിടെ തന്നെ ചെറിയ ചെറിയ ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയത്. അപ്പോൾ ആദ്യം ഞങ്ങൾ ആ ഒരു ഏരിയയിലേക്കാണ് പോയത്. അതുപോലത്തെ ക്യാമൽ റേസും അങ്ങനെയൊക്കെ കുറേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടി ഗെയിംസാണ് കേട്ടോ. പക്ഷേ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അവരെ എൻ്റർടൈൻ ചെയ്യാനുള്ള രീതിയിലുള്ള ചെറിയ ചെറിയ ഗെയിംസാണ്. നിങ്ങൾ വീക്കെൻഡ്സിലാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. വീക്കെൻഡ്സിൽ 2 മണി തൊട്ട്, അതായത് ഉച്ചയ്ക്ക് 2 മണി തൊട്ട് രാത്രി 8 മണി വരെയാണ് കേട്ടോ ഈ ഒരു സെൻറ്റർ ഓപ്പൺ ആവുന്നത്. വീക്ക് ഡേയ്സിലാണെങ്കിൽ 9 AM to 8 PM ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കാം കേട്ടോ. ഇത് നോക്കൂ, ഓരോ കൺട്രീസിൻ്റെ ഫോട്ടോയും പേരൊക്കെ വെച്ചിട്ട് അതിൻ്റെ താഴെ ഒരു ഫോൺ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഫോൺ എടുക്കുമ്പോൾ ആ കൺട്രിയിൽ അവരുടെ ഭാഷയിൽ നമുക്ക് മ്യൂസിക്കൊക്കെ കേൾക്കാം. പാട്ട് കേട്ടോ? എങ്ങനെയാ വെയിറ്റ് റാസൽ ഗെയിം മ്യൂസിയം കൈ എടുക്ക്. ഓക്കെ, ഫ്ലിപ്പ്. ഓക്കെ, വെയിറ്റ് തിരിക്കണല്ലേ. What is this? Volcano Fountain by Night Abu Dhabi. Okay. Which is the next one? Okay, that is Ajman Fort. കഴിഞ്ഞ വീക്കെൻഡിലാണ് കേട്ടോ ഞങ്ങളവിടെ പോയി വന്നപ്പോഴേക്കും എൻ്റെ കോൾഡ് കുറച്ചുകൂടി കൂടി. അതുകൊണ്ടാണ് കേട്ടോ ഈ വോയിസ് ഓവറിൽ എൻ്റെ സൗണ്ട് കുറച്ച് നടന്നിരിക്കുന്നത്. Puzzles അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സയൻസ് ബേസ്ഡ് ലേണിംഗ് സെൻറ്റർ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോസിൽസ്, സ്കെൽറ്റൻസ്, അതുപോലെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ, അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഋതുവിൻ്റെ പ്രായത്തിലുള്ള ഒരു കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഇതെല്ലാം അവരിങ്ങനെ കണ്ട് നടക്കുകയുള്ളൂ. കുറച്ചുകൂടി വലിയ കുട്ടികളാണെങ്കിൽ ഇതെല്ലാം വായിച്ച് കുറേ നോളജൊക്കെ അവർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്ററും കൂടിയാണ് കേട്ടോ ഇത്. ഇതാ കണ്ടോ, ഇതിൻ്റെയൊക്കെ അടിയിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് കേട്ടോ. പക്ഷേ ഋതു അങ്ങനെ അതൊന്നും വായിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഇങ്ങനെ ഒരു കേവൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു LED സ്ക്രീനൊക്കെ വെച്ചിട്ട് UAE ഹിസ്റ്ററിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. 1-2 കുട്ടികളൊക്കെ അതിനകത്തിരുന്ന് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മുടെ ആശാൻ ഇതൊന്നും കാണാൻ വലിയ താല്പര്യമില്ലാത്ത കാരണം പുള്ളി അവിടെ നിന്ന് വേഗം നടന്നു പോയി. ഇതുപോലെയുള്ള ആക്ടിവിറ്റീസൊക്കെയാണ് കേട്ടോ ഋതുവിന് ഇഷ്ടം. What is that? Something like a cloth. What is that? It's a cloth. It's a cloth. Yes. Next. Oh, this looks like a wood. What is that? A wood. Wood? Piece of wood. Yes. It's a kind of. And this ew. It feels like a bunch of ropes. It's cutted out paper. Shuttlecock. What is this? That I don't know. I think it's smelly. No, it's smelly. ഈ ചിൽഡ്രൻ സിറ്റി 3 ഫ്ലോറിലായിട്ടാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇതുപോലത്തെ ആക്ടിവിറ്റീസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഓടി നടന്ന ഇതുപോലത്തെ ഗെയിംസൊക്കെ കളിക്കാം. പിന്നെ പുറത്ത് വലിയൊരു പാർക്കും ഉണ്ട്. അപ്പോൾ അവിടെയും കുറേ ടൈം സ്പെൻഡ് ചെയ്യാം കേട്ടോ. അവിടെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പ്ലാനറ്റോറിയം ഒക്കെ ഉണ്ട്. അത് ഓരോ മണിക്കൂറിലും ഇടവിട്ട് അറബിക്കിലും ഇംഗ്ലീഷിലും ഷോസ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൂടാതെ വേറെയും ഷോസ് ഉണ്ടായിരുന്നു സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള. പക്ഷേ ഞങ്ങളതിന് കയറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതെന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് അറിയില്ല. ഇതിൻ്റെയൊക്കെ ഇൻറ്റീരിയർ നല്ല രസമായിരുന്നു കേട്ടോ അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ഗ്ലോബൊക്കെ കണ്ടോ, അതുപോലെ ഹ്യൂമൻ ബോഡി, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ശരിക്കും അത് ഭയങ്കരമായിട്ട് മനസ്സിലിങ്ങനെ നിൽക്കും. അതിന്ന് അവർ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുട്ടികളെ കൊണ്ട് മസ്റ്റായിട്ട് വരണം എന്നിങ്ങനെ പറഞ്ഞത്. പിന്നെ ഇതൊരു ടിക്കറ്റ് ഫീ ഒക്കെ നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. കാരണം അഡൾട്ട്സിന് 15 ദിർഹംസേ ഉള്ളൂ ഒരു എൻട്രി ഫീ. അതുപോലെ തന്നെ കുട്ടികൾക്ക് 10 ദിർഹംസേ വരുന്നുള്ളൂ എൻട്രി ഫീ ആയിട്ട്. ഈ എൻട്രി ഫീയിൽ തന്നെ നമുക്ക് ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. പ്ലാനറ്റോറിയം, എല്ലാ ഷോസും, അതുപോലെ ഈ 3 ഫ്ലോറും നമുക്ക് ഈ ഒരു എൻട്രി ഫീൽ തന്നെ നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത്ര ഭയങ്കര വലിയ എൻട്രി ഫീ ഒന്നുമില്ല, ചെറിയൊരു ചാർജസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് ഇടയ്ക്ക് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. Okay.
ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഹ്യൂമൻ ബോഡിയുടെ ഏരിയ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് കുറേ പഠിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഇതിനകത്ത് ഇൻറ്റേർണൽ ഓർഗൻസിനെ പറ്റിയിട്ടും അങ്ങനെ സ്കെൽട്ടൻസ് അതിനെ പറ്റിയിട്ട് ബോൺസ് അതിനൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അതിന് കുട്ടികൾക്ക് തന്നെ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റീസൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. First heart. Okay, now this. Press. Now when the food goes to your stomach. ആ ഫുഡ് ഗോസ് ടു സ്റ്റൊമക്ക് എന്നുള്ളതിൻ്റെ സൗണ്ട് ഋതുവിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ എനർജി ചെക്ക് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. അതിൻ്റെ ആ ഫോഴ്സിൽ ചവിട്ടുമ്പോൾ ലൈറ്റ് കത്തുന്നുണ്ടോ, പക്ഷെ എത്ര ചവിട്ടിയിട്ട് 5ാമത്തെ ലൈറ്റ് അവനെ കത്തിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളി അതൊക്കെ അവിടെ നിന്നിട്ട് പോന്നു. ഇതേപോലെ ഞാൻ നേരത്തെ പറയില്ലേ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ അതെവിടെയാണ് അങ്ങനെയൊക്കെ മനസ്സിലാക്കി ചുമ്മാ ഇങ്ങനെ വെക്കാനും അതൊക്കെ പറ്റും. അങ്ങനത്തെ ഒരു LED സ്ക്രീനായിരുന്നു അത്. ഇതൊക്കെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് അവരുടെ മനസ്സിൽ നിൽക്കും കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ട്. ഈ ഒരു ആക്ടിവിറ്റി ഋതുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ബോൺസ് ഒന്നും എവിടെയാണെന്ന് കൃത്യമായിട്ടൊന്നും അവൻ അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കറക്റ്റ് ആ സ്ഥലത്ത് വെച്ചാൽ മാത്രമേ അവിടെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് തിരിച്ച് ആ ഇതിൽ തന്നെ പോയി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നോക്കി പതുക്കെ വെക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് ഇത് പഠിക്കാൻ ഭയങ്കര ഈസി ആയിട്ടെന്ന് എനിക്ക് തോന്നി. നമ്മുടെ സ്കൂൾസിലൊക്കെ കുട്ടികളെ എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അല്ലേ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു സെൻറ്ററിൽ വരുന്നത്. ഇത് ഞാൻ എപ്പോഴും ഡോൾഫിനേറിയത്തിലൊക്കെ വരുമ്പോൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചിരുന്നത് ഇതിൽ ഭയങ്കര ടിക്കറ്റ് ചാർജസ് ആയിരിക്കുന്നതായിരുന്നു. പിന്നെയാണ് അറിഞ്ഞത് ഇത് ഇത്രയേ ഉള്ളൂ, അഫോർഡബിൾ ആയിട്ടുള്ള ചെറിയ ചാർജേ ഉള്ളൂ ഇതിൻ്റെ ഒരു എൻട്രി ഫീ വരുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ വന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരണമെന്ന് തോന്നി. കാരണം ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം അവൻ അവിടെ കിടന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയില്ല. കാര്യം അഡൾട്ട്സിന് പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ജസ്റ്റ് കണ്ട് നടക്കാൻ തന്നെയുള്ളൂ, അല്ലാതെ നമുക്ക് അങ്ങനെ ഒരുപാട് എൻ്റർടൈൻമെൻ്റ് ഒന്നും തോന്നില്ല. പക്ഷേ രസമാണ്, എന്നാലും അങ്ങനെ തോന്നില്ല. പക്ഷേ കുട്ടികൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇത് ഔൾ എങ്ങനെയാണ് അവരുടെ കണ്ണിൽ കൂടെ കാണുക, ഏതൊരു ആംഗിളിലാണ് കാണുക, ക്യാമൽ എങ്ങനെയാണ് അവരുടെ ആ ഒരു അവരുടെ നോട്ടം എങ്ങോട്ടാണ് പോകുക എന്നൊക്കെയുള്ള അങ്ങനെ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തേക്കണതാണ് കേട്ടോ. അത് രസമുണ്ടായിരുന്നു. നമ്മളവിടെ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു 7 PM ഇംഗ്ലീഷിലുള്ള ഷോ ഇനി അടുത്തത് ഉള്ളത് എന്ന് കേട്ടോ. 6 PM ഷോ അറബിക്കിലാണ്. അപ്പോൾ 7 PM ഷോ ആകുമ്പോഴേക്കും പ്ലാനറ്റോറിയത്തിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 7 PM ആയപ്പോഴേക്കും ആ ഒരു തിയേറ്റർ സെറ്റ് ചെയ്തെടുത്തേക്ക് എത്തി കേട്ടോ. ഞങ്ങൾ കയറുമ്പോൾ ആ ഒരു തിയേറ്റർ കാലിയായിരുന്നു കേട്ടോ. ചിൽഡ്രൻ സിറ്റിയുടെ അകത്താണെങ്കിലും ഒരുപാട് പേരൊന്നും കണ്ടില്ല. പക്ഷേ പെട്ടെന്ന് എവിടെ നിന്നാണ് ഇത്രമാത്രം കുട്ടികൾ അവിടെ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. കുറേ കുട്ടികളുണ്ടായിരുന്നു, പിന്നെ ആകെ ബഹളമായിരുന്നു. Whatever are you doing here? My name's James. I am a penguin. I come from the South Pole and I'm going around the world. And you're exploring the North Pole with a fridge on skis? I keep my gear there. പ്ലാനറ്റോറിയം എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിലെ പ്ലാനറ്റോറിയമായിട്ടൊന്നും കമ്പയർ ചെയ്യരുത്. ഇത് ജസ്റ്റ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റോറിയൊക്കെ പോലെ അങ്ങനെ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അത്രയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇവിടെ വരാത്തവരാണെങ്കിൽ എന്തായാലും കുട്ടികളെയും കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. മച്ച് ലവ് ആൻഡ് ഗോഡ് ബ്ലെസ്.